ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഓഗസ്റ്റ് മാസം 28 ആണ്ടുവട്ടത്തിലെ 21 ആഴ്ചയിലെ ചൊവ്വാഴ്ച തിരുസഭ വേദപാരംഗതനും മെത്രാനുമായ വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23 27 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോ അമിതമായ സ്നേഹത്താൽ പ്രേരിതമായി നിയമജ്ഞരെയും ഫരിസേയരെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് അവരെ ഒന്ന് തിരുത്തുവാനായിട്ട് പരിശ്രമിക്കുന്നതിൻ്റെ സുവിശേഷ ഭാഗമാണ് ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കേട്ടത്. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് ഇന്നേ ദിനം നമ്മൾ എത്തിയിരിക്കുകയാണ്. അവിടെ ഈശോ നിയമജ്ഞരെയും ഫരിസേയരെയും ഉപമിക്കുന്നത് വെള്ളയടിച്ച കുഴിമാടങ്ങളോടാണ്. ഇസ്രായേൽ ജനം അവരുടെ ആരാധനയ്ക്കായിട്ട് പോകുമ്പോൾ അവരുടെ പോകുന്ന വഴികളിൽ മൃതദേഹങ്ങൾ അടക്കിയ കല്ലറകളുണ്ടാകും. ആരാധനയ്ക്കായി പോകുമ്പോൾ അബദ്ധത്തിൽ പോലും ഈ കല്ലറകളിൽ സ്പർശിച്ച് അവർ അശുദ്ധരാകാതിരിക്കുവാനായിട്ട് ഈ കല്ലറകളെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുവാൻ അവയെ വെള്ളയടിച്ച് പ്രത്യേകമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർ ക്രമീകരിച്ചിരുന്നു. അങ്ങനെ ഈ ഒരു കുഴിമാടം വെള്ളയടിച്ച് മനോഹരമായിട്ടിരിക്കുമ്പോഴും അതിൽ സ്പർശിച്ചാൽ അവർ അശുദ്ധരാകും. അതുകൊണ്ട് അത് മനസ്സിലാകുവാൻ വേണ്ടിയാണ് വെള്ളയടിച്ചതിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് അതിനെ സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ജനം ആരാധനയ്ക്കായിട്ട് പോകുമ്പോൾ ഒരിക്കലും ഇവയെ സ്പർശിക്കാറില്ല. കാരണം അവർ അശുദ്ധരാകും. അവർക്കറിയാം അതിൽ മൃതദേഹമാണ്, അതോടൊപ്പം തന്നെ മാലിന്യമാണ്. മൃതദേഹം അഴുകിയ അസ്ഥിയും മാലിന്യവുമാണ് അതിലുള്ളതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ സ്പർശിക്കാത്തത്, മലിനപ്പെടാതിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് ഈശോ ഈ ഒരു തിരുവചനം നമുക്ക് നൽകുമ്പോൾ നമ്മളെയും ഓരോരുത്തരെയും നോക്കിയിട്ട് ഈശോ പറയുന്നത് ഇത് തന്നെയാണ്. നമ്മളിൽ തിന്മകളുണ്ടെങ്കിൽ, കാരണം ബാഹ്യമായ എല്ലാവരുടെയും മുമ്പിൽ ഏറ്റവും മനോഹരമായിട്ട് നമ്മളെ തന്നെ പ്രദർശിപ്പിക്കുന്നു. നമ്മൾ ഏറ്റവും സുന്ദരമായിട്ടുള്ള ധാർമ്മികതയ്ക്ക് ഏറ്റവും ഉദാത്തമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിൽ കാപട്യവും അനീതിയുമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിയമജ്ഞരും ഫരിസേയരിൽ നിന്ന് വിഭിന്നരായ വ്യക്തികളൊന്നുമല്ല നമ്മൾ ഓരോരുത്തരും. അതിനാൽ ബാഹ്യമായിട്ട് നമ്മൾ എത്ര തന്നെ മനോഹരമാക്കിയാലും കുഴിമാടങ്ങൾ പോലെ ആന്തരികമായിട്ട് അനീതിയും അധാർമികതയുമാണ് അതിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും നിയമജ്ഞരെയും ഫരിസേയരെയും പോലെ വെള്ളയടിച്ച കുഴിമാടങ്ങൾ തന്നെയാണ്. അതിനാൽ ഈ തിരുവചന ധ്യാനം നമ്മെ നയിക്കേണ്ടത് നമ്മൾ ബാഹ്യമായ പുറമോടികളിൽ ശ്രദ്ധ പതിപ്പിക്കാതെ ആന്തരികമായിട്ട് നമ്മെ തന്നെ നമ്മൾ വിശുദ്ധീകരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് സത്യവും നീതിയും അത് താനെ പുറത്തേക്ക് വന്നുകൊള്ളും. മറിച്ച് ബാഹ്യമായി നമ്മൾ എത്ര തന്നെ സത്യവും നീതിയും പറയുകയും ഉള്ളിൽ അനീതിയാണെങ്കിൽ അതിൻ്റെ സമയങ്ങളിൽ അത് പുറത്തേക്ക് അനീതിയായിട്ടും അധാർമികതയായിട്ടും വരും. അതിനാൽ ഈശോ നമ്മളെ ഒരിക്കലും നോക്കി വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് നമ്മളെ അഭിസംബോധന ചെയ്യാതിരിക്കട്ടെ. നമുക്ക് അകം വൃത്തിയാക്കാം. അകം വൃത്തിയാക്കി ആ അകത്തെ മനോഹാരിത പുറത്തും പ്രകടമാകുന്ന ഒരു ജീവിതത്തിന്, അകവും പുറവും ഒന്നായ ഒരു ജീവിതത്തിന് ഉടമകളായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മലിനമാകാതെ നമുക്ക് ജീവിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഈശോ നമുക്ക് നൽകുന്നത്. അതിനാൽ ആന്തരികമായ ഒരു ശുദ്ധി നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പരിഗണിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.